കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെന്റ് കൈക്കൊണ്ടത് തികച്ചും ഉചിതവും മാതൃകാപരവുമായ നടപടികളായിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്ന പേരിൽ നടന്ന പ്രതിഷേധങ്ങളും സമര കോലാഹലങ്ങളുമെല്ലാം തികച്ചും ആസൂത്രിതവും ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ശിഥിലീകരണം മാത്രം ലാക്കാക്കിയുള്ള ചില ക്ഷുദ്രശക്തികളുടെ സംഘടിത നീക്കവുമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം അതിനെ ചെറുത്തുകൊണ്ട് തീർത്ത ശക്തമായ പ്രതിഷേധം അമൽ ജ്യോതി വിഷയത്തിൽ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കുമെതിരെയുള്ള ശക്തമായ പ്രതിരോധം തന്നെയായിരുന്നു. ക്രൈസ്തവ സമൂഹം കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ സ്ഥാപനങ്ങളെ മാത്രം ആസൂത്രിതമായി തച്ചു തകർക്കാൻ തൽപര കക്ഷികൾ നടത്തുന്നത് ഹീനമായ ഗൂഢാലോചനയും കലാപവുമായിരുന്നുവെന്ന് ക്രൈസ്തവർ തിരിച്ചറിയുകയായിരുന്നു ഈ നാളുകളിൽ. അതേസമയം അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളോടുള്ള സമര ആവേശക്കാരുടെ മനോഭാവം തന്നെയാണ് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സഭാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ക്രൈസ്തവ യുവത ഒന്നടങ്കം കാഞ്ഞിരപ്പള്ളിയിൽ അണിനിരന്നു. ആ പ്രതിഷേധത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പെരുവന്താനം സ്വദേശിയായ അലോഖ ബെന്നി എന്ന കൊച്ചുമിടുക്കി സഭയ്ക്കെതിരായുള്ള കുൽസിത നീക്കങ്ങളെ ചെറുത്തുകൊണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനാകമാനം അഭിമാനകരമായ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ വിരുദ്ധർ വണ്ടി പിടിച്ചു പോലും സംഘടിച്ചെത്തുമ്പോൾ അതിനെതിരെ ചെറുത്തുനിൽപ്പുമായി എഴുന്നേറ്റ നല്ല നട്ടലുള്ള കോട്ടയം നസ്രാണി തലമുറയുടെ പ്രതിനിധി തന്നെയാണ് ആലോഹ. ക്രൈസ്തവ സഹജമായ അച്ചടക്കത്തോടെ എന്നാൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി പ്രതികരിക്കേണ്ട വിഷയങ്ങൾ മാത്രം എടുത്തു ഉദ്ധരിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജന അംഗമായ ആ പെൺകുട്ടി ക്രൈസ്തവ യുവജനങ്ങൾക്ക് ആവേശമായി മാറിയിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയെയും അവളുടെ പിതാവ് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനത്തെയും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപമാനിക്കാൻ ഇസ്ലാമിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്നവരും ശ്രമിക്കുന്നത്. ഇപ്പോൾ അവരുടെ സ്ഥാപനത്തെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ ജീവിക്കുന്ന ചില സൈബർ തീവ്രവാദികൾ. അവർ ആ കൊച്ചു പെൺകുട്ടിയെയും അവളുടെ പിതാവിനെയും ആസൂത്രിതമായി തന്നെ സൈബർ ഇടങ്ങളിൽ തേജോവധം ചെയ്യുകയാണ്. ചില മത തീവ്ര നിലപാടുകാരും തൽപര കക്ഷികളിൽ നിന്ന് കനത്ത തുക അച്ചാരം പറ്റി മാധ്യമപ്രവർത്തനം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് രാജ്യവിരുദ്ധ പ്രൊപ്പഗാണ്ടകൾ അഴിച്ചുവിടുകയും ആക്ഷേപം ചൊരിയുകയും ചെയ്യുന്ന ചില ഓൺലൈൻ ചാനലുകളും ക്രൈസ്തവർ ഉയർത്തിയ ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആലോകയ്ക്കെതിരെ ആക്ഷേപവും പരിഹാസവും കൊണ്ട് അവരെ തേജോവധം നടത്തുകയാണ്. കേരളം അവരുടെ തറവാട്ട് സ്വത്താണെന്ന മട്ടിൽ ശബ്ദിക്കുന്ന ഇവർക്കൊക്കെ എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷേ അതിനെതിരെ പ്രതികരിക്കുന്നവരെ പരിഹസിച്ച് ഇല്ലാതാക്കാമെന്നാണ് ഇവരുടെ ധാരണ. അതിനാൽ ആലോകയ്ക്കെതിരെയും അവളുടെ പിതാവിനെതിരെയുമുള്ള എല്ലാ നീക്കങ്ങളെയും ശക്തമായി തന്നെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കും.